നമ്മൾ അങ്ങനെ ഈസ്റ്റേണിന്റെ ലിറ്റിൽ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ലിറ്റിൽ കിച്ചണൊക്കെ കണ്ടോ നിങ്ങൾ? എന്താ ഇഷ്ടപ്പെട്ട ഇവിടെ? കിച്ചൺ ടോട്ടലായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പടങ്ങളാണോ ഇഷ്ടപ്പെട്ടെ? ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണോ ഇഷ്ടപ്പെട്ടെ? എന്താ ഇഷ്ടപ്പെട്ടെ? പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കിച്ചണിൽ ഇതുപോലെയൊക്കെ പടങ്ങളുണ്ടോ വീട്ടിലെ? ഇല്ല, അത് സാധാരണ ഒരു കിച്ചൺ അല്ലേ? അപ്പൊ ഇതുപോലുള്ളൊരു കിച്ചണിൽ വന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ത്രിൽഡ് ആണോ നിങ്ങള്? പെട്ടെന്ന് കുക്ക് ചെയ്താൽ മതിയെന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ ഐറ്റംസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടാനുള്ള ഡ്രസ്സുണ്ട് ഇവിടെ. ഏപ്രിലും കേപ്പൊക്കെ വെക്കണ്ടേ? കുക്കാവുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടേ? വലിയ വലിയ ഷെഫ്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പം നിങ്ങളതിനെ ലീഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. ആരെയാ? ഷെഫ് അങ്കിളിനെ. അപ്പം നമുക്ക് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാം. ഓക്കെ ഷെഫ്, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. ഹലോ. എന്താണ് പരിപാടി ഇന്നിവിടെ? എന്താ ചെയ്യുന്നത് നിങ്ങളിവിടെ? ബീറ്റ്റൂട്ട് ഹൽവ. വേറെ എന്തൊക്കെ ഹൽവ ചെയ്തിട്ടുണ്ട് നിങ്ങൾ? ചെയ്തിട്ടില്ല. വേറെ എന്തൊക്കെ ഹൽവ കഴിച്ചിട്ടുണ്ട്? സാധാ ഹൽവ എന്ന് പറഞ്ഞാൽ എന്താ ഹൽവയാണ്? വേറെ കളേഴ്സ് കഴിച്ചിട്ടുണ്ടോ? ഒരുപാട് ഹൽവയുണ്ട്, ഒരുപാട് തരത്തിലെ ഹൽവയുണ്ട്. കാലിക്കറ്റ് ഹൽവ, തിരുനെല്ലി ഹൽവ. ഓക്കെ, അത് ഒരുപാട് വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാം. ഹൽവ ബീറ്റ്റൂട്ട്, പിന്നെ നമ്മുടെ ക്യാരറ്റ്, വൈറ്റ് പംകിൻ, മറ്റേ ജുതി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് വെച്ച് ഹൽവ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് വെച്ചുള്ള ഹൽവയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് വളരെ പെട്ടെന്ന്, ഓക്കെ, കൊച്ചുകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മധുരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിരിയോടുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഹൽവ കുഞ്ഞു മക്കളെ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറയാം. ബീറ്റ്റൂട്ടും കാര്യം ബാക്കി കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് പറയാം. ആരാ ഈ ബീറ്റ്രൂട്ട് ഹൽവയുടെ ഇൻഗ്രീഡിയൻസ് പറയാൻ പോകുന്നത്? ഓ, കൈ പൊക്കി കഴിഞ്ഞു. ഇവിടെ കൈ പൊക്കി കഴിഞ്ഞു. അമൃതക്കുട്ടി പറഞ്ഞതാ. കേക്കട്ടെ. കേൾക്കുന്നില്ല. മിൽക്ക്, ഓക്കേ, മുന്തിരിങ്ങ, ഓക്കേ, ബട്ടർ, ഗീ, പഞ്ചസാര, ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും. ഓക്കേ ഓക്കേ. നിങ്ങളുടെ സെയിം ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പോൾ റെഡിയാണോ? അപ്പോൾ പാചകത്തിന് മുമ്പ് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേണം. അതായത് ഏപ്രിൻ, ക്യാപ്പൊക്കെ വെച്ചാലേ നമുക്ക് കിച്ചണിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് കുക്കിംഗ് ടൈം. ഈ 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യണം, നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അതിനുശേഷം അവിടെ നിങ്ങൾ കുക്ക് ചെയ്ത സ്ഥലം ഫുൾ ക്ലീൻ ചെയ്യും വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. 7 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കുക്കിംഗ് തീരണം കേട്ടോ. അപ്പോൾ റെഡിയാണോ? കുക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണോ? Then your time starts now. എന്താ ചെയ്യാൻ പോകുന്നത് സൂര്യനാരായണ? ഫസ്റ്റ് ഓക്കെ, ഗീ ഇട്ടു. അപ്പോൾ എന്താ ചെയ്തേ? ഗീ ഇട്ടു, അതിനകത്തോട്ട് ബീറ്റ്റൂട്ട് ഇട്ടു. ഓക്കെ, ഇനി ഇളക്കി കൊടുക്കണം അല്ലേ? എന്തൊക്കെ ഇട്ടു മക്കളെ? ബീറ്റ്റൂട്ട്, ഗീ, നെയ്യ്, ബട്ടർ. ബട്ടർ. എത്ര ഇട്ടുള്ളൂ? കാര്യങ്ങളൊന്ന് പറയാമോ? ഗീ ഇട്ടു, ബട്ടർ, ബീറ്റ്റൂട്ട്, മിൽക്ക്. ഓക്കെ, ഫൈൻ. എന്തൊക്കെ ഒഴിച്ചു നിങ്ങൾ? എന്തൊക്കെ ഇട്ടു നിങ്ങൾ? ബീറ്റ്റൂട്ട്, ബട്ടർ, മിൽക്ക്. ഇത്രയും ഒഴിച്ചു. ഓക്കെ, ഫൈൻ. കുറച്ചിട്ടാ മതിയേ, കുറച്ചിട്ടാ മതി. എനിക്ക് തോന്നുന്നു ഷെഫ് അമൃതയ്ക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം കേട്ടോ. അമൃത ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട്, സരസ്വതിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? ഷുഗർ കഴിഞ്ഞു, കാഷ്നട്ടും കിസ്മിസും ഇടും.
ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഷെഫ് ഇനിയൊരു 10 സെക്കൻഡ്സും കൂടിയേ ഉള്ളൂ 10 മിനിറ്റ് ആവാൻ. നമുക്കൊരു 2 പേരുടെയും തീർന്നിട്ടില്ല. ഒരു 3 മിനിറ്റ്സ് കൂടി കൊടുത്താലോ? 3 മിനിറ്റ്സ് കൂടി കൊടുത്താൽ തീരുമോ? ഓക്കെ, തീർക്കണം. ഞാനത് ഇതുവരെ ആർക്കും ചെയ്തിട്ടില്ല. 2 ടീമിൻ്റെയും കഴിയാത്ത സ്ഥിതിക്കാണ്. ഒരു 3 മിനിറ്റ് കൂടി തരികയാണ്. ഒന്നര മിനിറ്റ് കൂടിയേ ഉള്ളൂ. ലാസ്റ്റ് 20 സെക്കൻഡ്സ് ആണ്. നിങ്ങൾക്ക് ഇനി ക്ലീൻ ചെയ്യാനും പ്രസന്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈമാണ്. ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ വേഗമാക്കാം. 7, 6, 5, 4, 3, 2, 1. വന്നോളൂ, 2 പേരും വന്നോളൂ. ചെയ്ത കളർ രണ്ടുപേരും 2 കളറാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് 2 കളർ എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് മിൽക്ക് കൂടുതൽ ഒഴിച്ചു. അത് പറ്റാൻ കുറേ സമയം ഇട്ടുകൊണ്ടിരുന്നു. ഇവർ മിൽക്ക് കുറച്ചൊഴിച്ചു. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് നല്ല കളർ. ഓക്കെ, രണ്ടും കളർ വൈസ് കളർ വൈസ് ഞാൻ ഇതാ ഇഷ്ടപ്പെടുന്നത്. കാരണം അത് ബ്രൈറ്റ്നസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് ഡാർക്ക് ഇതായി കുഴപ്പമില്ല. എന്തായാലും ഇവര് ഈ കിസ്മിസ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ഇട്ടതാണോ? അത് കഴിഞ്ഞിട്ട് ഓക്കെ ടേസ്റ്റ് നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഓക്കെ മാം, ടേസ്റ്റ് ചെയ്തു. നന്നായിട്ടുണ്ട്. 2 നന്നായിട്ടുണ്ട്. എനിക്ക് ആർക്കും മാർക്ക് ഇടണമെന്ന് എനിക്കറിയില്ല. 2 നന്നായിട്ടുണ്ട്. സിൻസിയർലി 2 നന്നായിട്ടുണ്ട്. ഞാൻ ടീം ബി അല്ലേ? ടീം ബിനെ സെലക്ട് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്.